വി.ഡി. സതീശന്റെ ഭീഷണിയിൽ CPM വിറയ്ക്കുമോ? സംസ്ഥാനത്ത് വീണ്ടും രാഷ്ട്രീയ പോര്. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആ കാളയെ കളയരുത്, അത് പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് കെട്ടിയിടണം. ഈ അടുത്ത ദിവസം ഒരാവശ്യം വരും BJPക്ക്. ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ഒരു പ്രകടനം നടത്തേണ്ട സ്ഥിതി പെട്ടെന്നുണ്ടാവും. കേരളം ഞെട്ടിപ്പോവും. അത് വരുന്നുണ്ട് ഇതുമായിട്ട്. അല്ല, നോക്കിക്കും, വലിയ താമസമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞതൊന്നും വൈകാറില്ലല്ലോ. CPMനും BJPക്കും മുന്നറിയിപ്പുമായി വി.ഡി. സതീശൻ. CPMനെ കാത്തിരിക്കുന്നത് കേരളം ഞെട്ടുന്ന വാർത്ത. BJP മാർച്ചിലെ കാളയുമായി രാജീവ് ചന്ദ്രശേഖരന്റെ വസതിയിലേക്ക് ഉടൻ പോകേണ്ടി വരുമെന്നും മുന്നറിയിപ്പ്. കണ്ടോൺമെന്റ് ഹൌസിൽ തുടർച്ചയായി സുരക്ഷാ വീഴ്ചയെന്ന് വി.ഡി. സതീശൻ. നടപടി ആവശ്യപ്പെട്ട് DGPക്ക് കത്ത് നൽകി. രാഹുൽ വിവാദം അടഞ്ഞ അധ്യായമെന്നും പ്രതിപക്ഷ നേതാവ്. മൗനം തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. ക്ലിഫ് ഹൌസിലേക്ക് പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. ADGP MR അജിത് കുമാറിന്റെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസിനോട് വിശദീകരണം തേടി ഹൈക്കോടതി. കീഴുദ്യോഗസ്ഥൻ അന്വേഷണം നടത്തിയത് തെറ്റെന്നും വിജിലൻസ് സ്വീകരിച്ച നടപടികളിൽ വിശദീകരണം നൽകണമെന്നും കോടതി. തൃശൂർ പൂരം കലക്കലിൽ അജിത് കുമാറിന് സസ്പെൻഷൻ വേണ്ടെന്ന DGPയുടെ റിപ്പോർട്ട്. ഓണത്തിനൊരുങ്ങി മലയാളികൾ. തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് തുടക്കം. നടൻ ജയറാം ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. സൗജന്യ ഓണക്കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്ത് മന്ത്രി GR അനിൽ. ആഗോള അയ്യപ്പ സംഗമത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പങ്കെടുക്കില്ല. പകരം 2 മന്ത്രിമാർ എത്തും. സ്റ്റാലിൻ പിന്മാറിയത് മുൻകൂട്ടി തീരുമാനിച്ച പരിപാടിയുള്ളതിനാലെന്ന് വിശദീകരണം. മന്ത്രി VN വാസവൻ സ്റ്റാലിനെ ക്ഷണിച്ചത് രാഷ്ട്രീയ ഗൂഢലക്ഷ്യത്തോടെയാണെന്ന് കുമ്മനം രാജശേഖരൻ. ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കാനെന്ന് വി.ഡി. സതീശൻ. ആര്യനാട് പഞ്ചായത്ത് മെമ്പർ ശ്രീജയുടെ ആത്മഹത്യയിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ കുടുംബം. സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളിൽ മനം നൊന്താണ് ശ്രീജ ജീവനൊടുക്കിയതെന്ന് ഭർത്താവ്. പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത്. CPMനെയും BJPയെയും വെല്ലുവിളിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. രാഹുൽ വിഷയത്തിൽ പ്രതികരിക്കവെയായിരുന്നു വെല്ലുവിളി. ഈ വിഷയത്തിൽ അധികം കളിച്ചാൽ വൈകാതെ പലതും പുറത്തുവരുമെന്നും തെരഞ്ഞെടുപ്പ് വരെ കാത്തു നിൽക്കണ്ട എന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ ഔദ്യോഗിക വസതിയിലേക്ക് കാളയെ കൊണ്ട് മാർച്ച് നടത്തിയ BJPക്കാർ ആ കാളയെ കളയണ്ടെന്നും അതിനെക്കൊണ്ട് ഉടൻ രാജീവ് ചന്ദ്രശേഖരന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തേണ്ടി വരുമെന്നും രാഹുലിന്റേത് അടഞ്ഞ അധ്യായമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ആ വിഷയത്തെ പറ്റി ഇനി ഒരു ചർച്ചയില്ല. ആ സബ്ജക്റ്റ് ക്ലോസ് ചെയ്തു. എന്തുകൊണ്ടാണെന്നറിയാം? ആ സബ്ജക്റ്റിൻ്റെ മറവിൽ, ആ സബ്ജക്റ്റിൽ ഞാൻ ഇന്നലെ പറഞ്ഞില്ല, ഒരു പാർട്ടി ചെയ്യാവുന്ന മാക്സിമം കാര്യം കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത, ഞാൻ പറഞ്ഞല്ലോ, ഹൃദയവേദനയോടുകൂടി ആണ് ഒരു സഹപ്രവർത്തകനെതിരായിട്ട് നടപടിയെടുത്തത്. കാരണം മുഖം നോക്കലല്ല, നമ്മുടെ ബന്ധമല്ല, അടുപ്പമല്ല, നിലപാടാണ്. ഒരു സ്ത്രീപക്ഷ നിലപാടാണ് പാർട്ടി എടുത്തിരിക്കുന്നത്. അതിന് പാർട്ടിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ബഹുമാനിക്കുന്ന ഒരു പാർട്ടി ആയതുകൊണ്ടാണ് KPC പ്രസിഡന്റ് പറഞ്ഞു നിലപാടെടുത്തത്. ഒരു കാളയുമായിട്ട് കണ്ടോൺമെന്റ് ഹൗസിലേക്ക് പ്രകടനം നടത്തി എല്ലാവരും. ആ കാളയെ കളയരുത്, അത് പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് കെട്ടിയിടണം. ഈ അടുത്ത ദിവസം ഒരാവശ്യം വരും BJPക്ക്. ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ഒരു പ്രകടനം നടത്തേണ്ട സ്ഥിതി പെട്ടെന്നുണ്ടാവും. കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല. അവിടെ കാളയെ ഉപേക്ഷിക്കരുത്, കാളയെ കളയരുത്, കാള വേറെ കൊണ്ടുവന്ന സ്ഥലത്തേക്ക് പറഞ്ഞയക്കരുത്. കാളയെ പാർട്ടി ഓഫീസിൻ്റെ മുമ്പിൽ തന്നെ കെട്ടിയിടണം. കാളയുടെ ആവശ്യം വരും. ആ കാളയുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിയ BJPക്കാരെ കൊണ്ട് ഞാൻ ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് ഞാനൊരു പ്രകടനം നടത്തിക്കും. വെയിറ്റ് ചെയ്താൽ കേരളം ഞെട്ടിപ്പോവും. അത് വരുന്നുണ്ട് ഇതുമായിട്ട്. അല്ല, നോക്കിക്കും, വലിയ താമസമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞതൊന്നും വൈകാറില്ലല്ലോ. അല്ല, വെച്ചോ. അല്ലല്ല, സർക്കാരിനും പോലീസിനുമെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ്
കണ്ടോൺമെന്റ് ഹൌസിൽ തുടർച്ചയായി സുരക്ഷാ വീഴ്ചയെന്ന് വി ഡി സതീശൻ പറഞ്ഞു. നടപടി ആവശ്യപ്പെട്ട് DGPക്ക് കത്ത് നൽകി. പ്രതിഷേധങ്ങൾ പ്രധാന ഗേറ്റ് വരെ എത്തിയിട്ടും പോലീസ് തടഞ്ഞില്ല എന്നും വി ഡി സതീശൻ പറഞ്ഞു. ഒരു കാളയുമായിട്ട് കണ്ടോൺമെന്റ് ഹൗസിലേക്ക് പ്രകടനം നടത്തി എല്ലാവരും. ആ കാളയെ കളയരുത്, അത് പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് കെട്ടിയിടണം. ഈ അടുത്ത ദിവസം ഒരാവശ്യം വരും BJPക്ക്. ആ കാളയുമായിട്ട് CPM നേതാക്കൾ കോഴി ഫാം നടത്തുന്നുവെന്ന് പരിഹസിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ക്ലിഫ് ഹൌസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. CPM കോഴി ഫാം എന്ന ബാനർ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. കോഴി ഫാം മുതലാളിയായ മുഖ്യമന്ത്രി സ്ത്രീ പീഡകരായ നേതാക്കളെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. CPM കോഴി ഫാം നടത്തുന്നു എന്നെഴുതിയ പോസ്റ്ററുകൾ ക്ലിഫ് ഹൌസിലേക്കുള്ള വഴിയിലെ മതിലിൽ പതിച്ചു. കഴിഞ്ഞ ദിവസം കണ്ടോൺമെന്റ് ഹൌസിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തിയത്. ബാരിക്കേഡുകൾ തള്ളിമാറ്റാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പോലീസ് 4 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയായി കോൺഗ്രസിന്റെ നടപടിയെ വിലയിരുത്താനാകില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണിത്. നടപടിയിലേക്ക് പോകുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ രാഹുൽ നേതാക്കളെ ഭീഷണിപ്പെടുത്തി. ഉമാ തോമസിനെ വളരെ മോശമായാണ് കോൺഗ്രസ് അധിക്ഷേപിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ക്രിമിനൽ സിൻഡിക്കേറ്റാണ് സ്ത്രീകൾക്കെതിരെ ആക്രമണം നടത്തുന്നതെന്നും ശിവൻകുട്ടി പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടം ചെയ്ത തെറ്റിന് നൽകിയ ശിക്ഷയായി കാണുന്നതിന് വേണ്ടി കഴിയില്ല. കാരണം ഇത് വെറൊരു സസ്പെൻഷൻ മാത്രമാണ്. ഇത് നേതാക്കന്മാരും രാഹുൽ മാങ്കൂട്ടവും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാണ്. കാരണം സമൂഹത്തിൽ നിന്നാകെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നുള്ള ആവശ്യം ഉയർന്നു വന്നപ്പോൾ നടപടിയിലേക്ക് പോകുന്നു കോൺഗ്രസ് നേതൃത്വം എന്ന് മനസ്സിലാക്കിയപ്പോൾ രാഹുൽ മാങ്കൂട്ടം നേതാക്കന്മാരെ ഭീഷണിപ്പെടുത്തുന്നതിന് വേണ്ടി തയ്യാറായി. ഞാനും പല കാര്യങ്ങളും വിളിച്ചു പറയുമെന്ന് രാഹുൽ മാങ്കൂട്ടം പരസ്യമായി പറയുന്നതിന് വേണ്ടി തയ്യാറായി. അതോടുകൂടി നേതാക്കന്മാർ മയപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള ഈ സിൻഡിക്കേറ്റിൻ്റെ ക്രിമിനൽ സിൻഡിക്കേറ്റിൻ്റെ പിന്തുണയോടുകൂടിയാണ് ഈ കോൺഗ്രസിൽപ്പെട്ട മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട സ്ത്രീകൾക്ക് നേരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിൽ സത്യസന്ധത ബോധ്യപ്പെടണമെങ്കിൽ ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരു മാതൃക സൃഷ്ടിക്കണം. അയാളെ രാജിവെക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെടണം. തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ ADGP MR അജിത് കുമാറിന് സംരക്ഷണമൊരുക്കി സർക്കാർ. അജിത് കുമാറിനെതിരെ കടുത്ത നടപടി ഒഴിവാക്കും. സസ്പെൻഷൻ പോലുള്ള നടപടി ആവശ്യമില്ലെന്ന് DGP. സർക്കാരിന്റെ ആവശ്യപ്രകാരമാണ് മുൻ DGPയുടെ റിപ്പോർട്ട് പുനഃപരിശോധിച്ചത്. താക്കീത് നൽകി അന്വേഷണം അവസാനിപ്പിച്ചേക്കും. പൂരം കലക്കലിലെ ത്രിതല അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് മുൻ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് MR അജിത് കുമാറിന്റെ ഇടപെടലുകളെ കുറിച്ച് അന്വേഷിച്ചത്. തൃശൂർ പൂരം കലക്കിയ സമയത്ത് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാർ സ്ഥലത്തുണ്ടായിരുന്നിട്ടും യാതൊരു ഇടപെടലും നടത്താൻ തയ്യാറായില്ല എന്നായിരുന്നു കണ്ടെത്തൽ. ഈ കണ്ടെത്തലിനെ തുടർന്ന് കൃത്യവിലോപം നടത്തിയ അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന ശുപാർശ സംസ്ഥാന പോലീസ് മേധാവി ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയിരുന്നു. കൂടാതെ തനിക്കെതിരെ അജിത് കുമാർ ഗൂഢാലോചന നടത്തിയെന്ന P. വിജയന്റെ ആരോപണവും ശരിവച്ചിരുന്നു. 2 റിപ്പോർട്ടുകളും അംഗീകരിച്ച് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് ഫയൽ അയച്ചു. എന്നാൽ ഇത് രണ്ടും നിലവിലെ സംസ്ഥാന പോലീസ് മേധാവിയായ റവാഡ ചന്ദ്രശേഖറിന് സർക്കാർ തിരിച്ചയച്ചു. റവാഡ ചന്ദ്രശേഖർ ഫയൽ പരിശോധിച്ച് പുതിയ അഭിപ്രായം രേഖപ്പെടുത്തണമെന്നാണ് സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. MR അജിത് കുമാറിനെ പോലീസിൽ നിന്നും മാറ്റിയതിനാൽ കടുത്ത നടപടി വേണ്ട എന്നാണ് നിലവിലെ തീരുമാനം. താക്കീത് നൽകി അന്വേഷണം അവസാനിപ്പിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ADGP MR അജിത് കുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസിനോട് വിശദീകരണം തേടി ഹൈക്കോടതി. കേസിൽ വിജിലൻസ് സ്വീകരിച്ച നടപടിക്രമങ്ങൾ സംബന്ധിച്ച വിശദീകരണം നൽകണം. കീഴുദ്യോഗസ്ഥൻ അന്വേഷണം നടത്തിയത് തെറ്റാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. അന്വേഷണം വേണമെന്ന വിജിലൻസ് കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് അജിത് കുമാർ ഹൈക്കോടതിയെ സമീപിച്ചത്. അന്വേഷണത്തിന് പ്രോസിക്യൂഷന് അനുമതിയുണ്ടോ എന്നും കോടതി ചോദിച്ചു. ഇക്കാര്യം വിജിലൻസ് വ്യക്തമാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്.
ശബരിമലയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പങ്കെടുക്കില്ല. മുൻകൂട്ടി തീരുമാനിച്ച പരിപാടി ഉണ്ടായതിനാലാണ് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തതെന്ന് തമിഴ്നാട് സർക്കാർ വ്യക്തമാക്കി. സ്റ്റാലിന്റെ അഭാവത്തിൽ 2 മന്ത്രിമാരെ നിയോഗിച്ചതായി അറിയിച്ചു. അയ്യപ്പ സംഗമത്തിലേക്ക് എം കെ സ്റ്റാലിനെ ക്ഷണിച്ചതിനെതിരെ BJP രംഗത്തെത്തിയിരുന്നു. സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുതിർന്ന BJP നേതാവ് കുമ്മനം രാജശേഖരൻ. VN വാസവന്റേത് രാഷ്ട്രീയ ഗൂഢലക്ഷ്യമാണ്. തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ പിടിച്ചെടുക്കാനുള്ള ലക്ഷ്യമാണ് വാസവനെന്നും കുമ്മനം കുറ്റപ്പെടുത്തി. ഇവിടുത്തെ അയ്യപ്പ ഭക്തന്മാർ ചോദിക്കുന്നു, നിങ്ങൾക്ക് ഭക്തജനങ്ങളുടെ എന്തെങ്കിലും താല്പര്യങ്ങൾ പരിരക്ഷിക്കാൻ ഇന്നേ വരെ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ്. അതിന് ഉത്തരം പറയാൻ എന്തുകൊണ്ട് വാസവന് കഴിയുന്നില്ല? ഇതിനെ രാഷ്ട്രീയമായ മുതലെടുപ്പിന് ഈ ഭക്തസംഗമത്തെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്ന വാസവന്റെ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. പ്രത്യേകിച്ച് DMK കൂടി ഈ അയ്യപ്പ സംഗമം നടത്തി അയ്യപ്പ വിശ്വാസത്തെ വികലമാക്കുകയാണ്. അയ്യപ്പ സംഗമത്തിലേക്ക് സംഘപരിവാർ സംഘടനകളെ ക്ഷണിച്ച സംഭവത്തിൽ പ്രതികരണവുമായി VD സതീശൻ. ഭൂരിപക്ഷ പ്രീണനത്തിനായാണ് CPM പരിപാടി നടത്തുന്നത്. സംഘപരിവാറും CPM-ഉം എല്ലായ്പ്പോഴും ഒരുമിച്ചാണ്. CPM തീക്കൊള്ളി കൊണ്ടാണ് തലചൊറിയുന്നത്. അയ്യപ്പ സംഗമത്തിലേക്ക് തങ്ങളെ ക്ഷണിച്ചിട്ടില്ലെന്നും അതിനെക്കുറിച്ച് അറിയില്ല എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അല്ല, വിളിക്കണല്ലേ, എന്തിനു വേണ്ടിയിട്ടാണ് CPM ഇത് നടത്തുന്നത്? CPM ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുക. എന്നു മുതലാണ് CPM-ന് ശബരിമലയോട് ഈ പ്രേമമുണ്ടായത്? അപ്പോൾ ശബരിമലയുടെ പേരിൽ ഒരു ഭൂരിപക്ഷ പ്രീണനം കഴിഞ്ഞ കുറേ നാളായിട്ട്, കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിലെ ദയനീയമായ തോൽവിക്ക് ശേഷം ഞാൻ പല പ്രാവശ്യം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്, ഭൂരിപക്ഷ പ്രീണനമാണ്. അപ്പോൾ ശബരിമലയെ പിടിച്ചിരിക്കുക, അയ്യപ്പനെ പിടിച്ചിരിക്കുക ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വേണ്ടിയിട്ടാണ്. ഭൂരിപക്ഷ വർഗീയതയാണ് CPM ഉയർത്തുന്ന ആയുധം. ഇപ്പോൾ വരുന്ന ആയുധം സംഘപരിവാർ ഒരുമിച്ച് നടത്തട്ടെ. ഒരുമിച്ചാണല്ലോ, എല്ലാ ഏർപ്പാടും ഒരുമിച്ചാണല്ലോ. അവരൊരുമിച്ച് നടത്തട്ടെ, നമ്മൾ കാണാം, കേരളം കാണാം. പക്ഷേ CPM തീക്കൊള്ളി കൊണ്ടാണ് തലചൊറിയുന്നത്. സംസ്ഥാനത്ത് കൂടുതൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ഈ വരുന്ന 30, 31 തീയതികളിൽ സംസ്ഥാനത്തെ മുഴുവൻ വീടുകൾ, ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്ത് ജലസംഭരണ ടാങ്കുകൾ കഴുകി വൃത്തിയാക്കണം എന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. അതേസമയം രോഗം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 8ആയി. കോഴിക്കോട് മലപ്പുറം സ്വദേശികളായ 6 പേരും വയനാട് സ്വദേശികളായ 2 പേരുമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ ഓമശ്ശേരിയിൽ നിന്നുള്ള 3 മാസം പ്രായമുള്ള കുട്ടി വെന്റിലേറ്ററിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. മറ്റുള്ളവരുടെ നിലയിൽ ആശങ്കപ്പെടാനില്ലെന്ന് അധികൃതർ അറിയിച്ചു. അതോടൊപ്പം താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച അനയയുടെ മറ്റൊരു സഹോദരനായ 12 വയസ്സുകാരൻ രോഗലക്ഷണങ്ങളുമായി ചികിത്സയിൽ കഴിയുകയാണ്. അതേസമയം സംസ്ഥാനത്ത് കൂടുതൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. ഈ വരുന്ന 30, 31 തീയതികളിൽ സംസ്ഥാനത്തെ മുഴുവൻ വീടുകളിലെയും ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹോസ്റ്റലുകൾ, ഫ്ളാറ്റുകൾ തുടങ്ങി സ്ഥാപനങ്ങളിലെയും കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്ത് ജലസംഭരണ ടാങ്കുകൾ കഴുകി വൃത്തിയാക്കണമെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഹരിത കേരളം മിഷൻ, ജലവിഭവ വകുപ്പ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പയിൻ. നിർദ്ദേശം പാലിക്കാത്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്. അത്തം പിറന്നു. പൊന്നോണത്തിന്റെ വരവറിയിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയ ആഘോഷങ്ങൾക്ക് തുടക്കമായി. വലിയ ജനാവലിയെ സാക്ഷിയാക്കി മന്ത്രി P. രാജീവ് അത്തപ്പതാക ഉയർത്തി. മന്ത്രി MB രാജേഷാണ് ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തത്. നടൻ ജയറാം ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. കിരൺകുമാർ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. കിരൺ, ഓണം ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് തന്നെ തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയ ഘോഷയാത്രയോടെയാണ്. ആഘോഷം അങ്ങനെ ആളുകളുടെ മനസ്സിലേക്ക് കൂടി എത്തുകയാണ്. വിശദാംശങ്ങൾ. തൃപ്പൂണിത്തുറയിലെ അത്തനഗരിയിൽ ഇന്ന് പതാക ഉയർന്നതോടുകൂടി തന്നെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഓണാഘോഷങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ്. ഇന്ന് മന്ത്രി P. രാജീവാണ് ഈ പതാക ഉയർത്തിയത്. ഈ ചടങ്ങ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. അത്തച്ചമയ ഘോഷയാത്ര നടൻ ജയറാമാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. വർണ്ണമായ ഒരു ഘോഷയാത്രയായിരുന്നു ഇന്ന് സംഘടിപ്പിച്ചിരുന്നത്. ഏതായാലും
കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലുള്ള നിരവധി കലാരൂപങ്ങൾ അണിനിരക്കി, ഒപ്പം തന്നെ ആനുകാലിക സംഭവങ്ങളടക്കം വ്യക്തമാക്കുന്ന നിശ്ചല ദൃശ്യങ്ങളടക്കം ഉള്ള ഒരു വലിയ ഘോഷയാത്ര തന്നെയായിരുന്നു ഇത്തവണ ഈ അത്തച്ചമയ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരുന്നത്. നിരവധി ആളുകളാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നടക്കം അത്തച്ചമയ ഘോഷയാത്ര കാണുന്നതിന് വേണ്ടി തൃപ്പൂണിത്തുറയിലേക്ക് എത്തിയിരുന്നത്. ഈ ഘോഷയാത്ര ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പ സമയത്തിനുള്ളിൽ തന്നെ ഘോഷയാത്രയുടെ സമാപനമാകും. ഏതായാലും മുൻ വർഷങ്ങളേക്ക് നിന്ന് അപേക്ഷിച്ച് ഇത്തവണത്തെ ശോഭയാത്ര ഘോഷയാത്ര കൂടുതൽ ഭംഗിയായി നടത്താൻ കഴിഞ്ഞു എന്നുള്ളൊരു ആത്മവിശ്വാസം തന്നെയാണ് തൃപ്പൂണിത്തുറ നഗരസഭയും പങ്കുവച്ചിരിക്കുന്നത്. അഖില, ശരി, ആഘോഷങ്ങൾ അങ്ങനെ പൊടിപൊടിക്കുകയാണ്. തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര പുരോഗമിക്കുന്നു. ആളുകളെല്ലാം ഒരു ഓണം വൈബിലേക്ക് മാറുന്ന ഒരു സമയമാണ്. കൊച്ചിയിൽ നിന്നും കിരൺകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. തൃശൂർ പുലികളി മഹോത്സവത്തിന് കൊടിയേറി. തൃശൂർ നടുവിലാൽ നടന്ന കൊടിയേറ്റ് കോർപ്പറേഷൻ മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി കലാകാരന്മാരുടെ കൂട്ടായ്മയായ കോലഴി പൂമ്പാറ്റ കലാപീഠത്തിലെ മേളക്കാരുടെ പുലിതാളത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു കൊടിയേറ്റ്. പുലികളിയുടെ നടത്തിപ്പിനായി കോർപ്പറേഷൻ ഒരുങ്ങിക്കഴിഞ്ഞെന്ന് മേയർ പറഞ്ഞു. ഇത്തവണ ഓരോ ടീമിനും തൃശൂർ കോർപ്പറേഷൻ 3,20,000 രൂപ വീതമാണ് ധനസഹായം നൽകുന്നത്. 4ാം ഓണനാളായ സെപ്റ്റംബർ 8-നാണ് ഇത്തവണ പുലികളി. 9 ടീമുകൾ സ്വരാജ് റൗണ്ടിൽ മാറ്റുരയ്ക്കും. സംസ്ഥാന സർക്കാരിന്റെ സൗജന്യ ഓണക്കിറ്റ് വിതരണം ആരംഭിച്ചു. ഓണക്കിറ്റ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി GR അനിൽ നിർവഹിച്ചു. AIY കാർഡുടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമാണ് ഓണക്കിറ്റ് ലഭിക്കുക. നാളെ മുതൽ ഓണക്കിറ്റുകൾ റേഷൻ കടകൾ വഴി വാങ്ങിക്കാം. 14 സാധനങ്ങൾ അടങ്ങിയതാണ് കിറ്റ്. സെപ്റ്റംബർ 4-ന് കിറ്റ് വിതരണം അവസാനിക്കും. സപ്ലൈകോ ഓണച്ചന്തകൾക്ക് പിന്നാലെ സർക്കാരിന്റെ ഓണക്കിറ്റുകളുടെയും വിതരണം ആരംഭിച്ചു. AAY റേഷൻ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമാണ് സർക്കാരിന്റെ സൗജന്യ ഓണക്കിറ്റുകൾ ലഭിക്കുക. ക്ഷേമ സ്ഥാപനത്തിലെ 4 അന്തേവാസികൾക്ക് 1 കിറ്റ് എന്ന നിലയിലാണ് നൽകുക. ഇത്തരത്തിൽ 10,634 കിറ്റുകൾ നൽകും. സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ പാക്ക് ചെയ്ത സാധനങ്ങൾ റേഷൻ കടകൾ വഴിയാണ് കാർഡുടമകൾക്ക് വിതരണം ചെയ്യുന്നത്. ഓണക്കിറ്റ് വിതരണത്തെ എതിർത്തവരും പരിഹസിച്ചവരുമുണ്ട്. എന്നാൽ സർക്കാരിനുള്ളത് വ്യക്തമായ നിലപാടാണ്. കോവിഡ് കാലത്തെ സ്ഥിതിയല്ല ഇന്ന്, അതുകൊണ്ടാണ് എല്ലാവർക്കും ഓണക്കിറ്റ് നൽകാത്തതെന്നും മന്ത്രി GR അനിൽ പറഞ്ഞു. സൗജന്യ ഓണക്കിറ്റ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണത്തെപ്പറ്റി ഒട്ടേറെ വിവാദങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിനെ എതിർത്തവരും പരിഹസിച്ചവരുമുണ്ട്. എന്തുകൊണ്ട് എല്ലാവർക്കും കൊടുക്കുന്നില്ല എന്ന് ചോദിക്കുന്നവരും നമുക്കിടയിലുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. എന്നാൽ ഇന്ന് സ്ഥിതിഗതികൾ സാധാരണ നിലയിലാവുകയും സമ്പദ് വ്യവസ്ഥയും തൊഴിലും പുനർജീവിക്കുകയും എല്ലാവർക്കും അത് നൽകേണ്ട സാഹചര്യമില്ല എന്ന് നമുക്കെല്ലാം ഉത്തമമായ ബോധ്യം വന്നതുകൊണ്ടാണ് അതിദരിദ്ര വിഭാഗത്തിന് മാത്രമായി കഴിഞ്ഞ 2021 മുതൽ നമുക്ക് ഈ കിറ്റ് വിതരണ പ്രവർത്തനങ്ങൾ തുടർന്നു പോകുന്നത്. പഞ്ചസാര, ഉപ്പ്, വെളിച്ചെണ്ണ, തുവരപ്പരിപ്പ്, ചെറുപയർ, പരിപ്പ്, വൻപയർ, ശബരി തേയില, പായസം മിക്സ്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി, മുളക് പൊടി, മിൽമ നെയ്യ്, കശുവണ്ടി എന്നിവ അടങ്ങിയതാണ് ഓണക്കിറ്റ്. 6,02,291 കിറ്റുകളാണ് വിതരണം ചെയ്യുക. കിറ്റ് വിതരണം സെപ്റ്റംബർ 4-ന് അവസാനിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഓണത്തെ വരവേൽക്കാൻ തൃശൂർ ശക്തന്റെ തട്ടകത്തിൽ ഭീമൻ പൂക്കളം ഒരുങ്ങി. വടക്കുംനാഥ ക്ഷേത്രത്തിലെ തെക്കേ ഗോപുരനടയിലാണ് 60 അടി വ്യാസത്തിൽ പൂക്കളം ഒരുക്കിയത്. തൃശൂരിലെ സായാഹ്ന സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഭീമൻ പൂക്കളം ഒരുക്കിയത്. പുലർച്ചെ 5-ന് ആരംഭിച്ച പൂക്കളമൊരുക്കൽ 4 മണിക്കൂറിലധികം സമയമെടുത്താണ് പൂർത്തിയാക്കിയത്. 60 അടി വ്യാസത്തിൽ ഒരുക്കിയ പൂക്കളത്തിൽ പ്രധാനമായും മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള ചെണ്ടുമല്ലിപ്പൂക്കളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പുലർച്ചെ മുതൽ ഭീമൻ പൂക്കളം കാണാനായി വലിയ ജനത്തിരക്കാണ് തെക്കേ ഗോപുരനടയിൽ അനുഭവപ്പെട്ടത്. 18 വർഷങ്ങളോളമായി സായാഹ്ന സൗഹൃദ കൂട്ടായ്മ ഭീമൻ പൂക്കളം ഒരുക്കുന്നുണ്ട്. ഈ പൂക്കളം ഞങ്ങൾ 150ഓളം വരുന്ന സന്നദ്ധ പ്രവർത്തകരുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. 18 വർഷമായി ഇത് 18ാമത്തെ പൂക്കളമാണിത്. ഞങ്ങൾ 2008 ആരംഭിച്ച ഒരു സംരംഭമാണ്. ഇന്നിപ്പോൾ പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. തൃശ്ശൂരിന് സ്വന്തമായൊരു പൂരമുണ്ട്, തൃശ്ശൂരിന് സ്വന്തമായൊരു പുലിക്കളിയുണ്ട്. ഇന്നിപ്പോൾ തൃശ്ശൂരിന് സ്വന്തമായൊരു അത്ത ഘോഷയാത്രയും കൂടി ഞങ്ങൾ പ്രദാനം ചെയ്യുകയാണ്.
200ഓളം പേരുടെ കഷ്ടപ്പാടാണ് ഭീമൻ പൂക്കളമായി വിടർന്നത്. പൂക്കളത്തിൽ തുടങ്ങി കുമ്മാട്ടിയും പുലികളിയുമെല്ലാമായി ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ശക്തന്റെ തട്ടകം. അമൃത ന്യൂസ്, തൃശൂർ. ഗ്രാമീണ നഗര തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് സർക്കാരിന്റെ ഓണസമ്മാനം 200 രൂപ വർദ്ധിപ്പിച്ചു. ഇത്തവണ 1200 രൂപ വീതം ഓണസമ്മാനം ലഭിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. കഴിഞ്ഞ തവണ 1000 രൂപ വീതമാണ് ലഭിച്ചത്. 5,25,991 തൊഴിലാളികൾക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത്. ഇതിനായി 51.96 കോടി രൂപ അനുവദിച്ചു. ആര്യനാട് പഞ്ചായത്ത് മെമ്പർ ശ്രീജയുടെ ആത്മഹത്യയിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ കുടുംബം രംഗത്ത്. സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളിൽ മനം നൊന്താണ് ശ്രീജ ജീവനൊടുക്കിയതെന്ന് ഭർത്താവ് പറഞ്ഞു. പ്രതിഷേധവുമായി കോൺഗ്രസും രംഗത്തെത്തി. ആതിര രാധാകൃഷ്ണൻ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ആതിര, എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങൾ ഉണ്ടായത്? ഒപ്പം കുടുംബം ഇങ്ങനെയുള്ള ആരോപണം ഉന്നയിക്കുന്നതിന് പിന്നിലുള്ള കാരണം എന്താണ്? വിശദാംശങ്ങൾ. അഖില, ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഈ ആര്യനാട് കോൺഗ്രസ് അംഗമായിട്ടുള്ള പഞ്ചായത്ത് മെമ്പർ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയെന്നുള്ള വാർത്ത പുറത്തുവരുന്നത്. അതിനുശേഷം അത് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ആത്മഹത്യയിലേക്ക് അവർ പോയത് എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. പക്ഷേ അതിനുശേഷം അല്പസമയത്തിനകം തന്നെ ഈ കോൺഗ്രസ് അംഗങ്ങൾ ഈ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയും CPM അംഗങ്ങൾക്കെതിരെയും വലിയ രീതിയിലുള്ള ആരോപണങ്ങളുമായി, ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുമായാണ് രംഗത്തെത്തിയത്. അതിനെ തുടർന്ന് വലിയ രീതിയിൽ പ്രതിഷേധമൊക്കെ തന്നെ നടന്നിരുന്നു. ഈ ശ്രീജ എന്ന് പറയുന്ന വാർഡ് മെമ്പർ വലിയ രീതിയിലുള്ളൊരു സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്നു. പലരിൽ നിന്നായി സ്വന്തം വ്യക്തിപരമായ ആവശ്യത്തിന് 30 ലക്ഷത്തിൽ കൂടുതൽ രൂപ കടം വാങ്ങിച്ചിരുന്നുവെന്നാണ് അറിയാൻ സാധിച്ചത്. ഈ കടവുമായി ബന്ധപ്പെട്ടാണ് വലിയ രീതിയിൽ പ്രതിഷേധം CPM-ഉം അതുപോലെ തന്നെ ഈ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ആരോപണമാണ് ഇവരുടെ ഭർത്താവ് ഉൾപ്പെടെ ഉയർത്തുന്നത്. ഈ ഇപ്പോൾ ആര്യനാട് പഞ്ചായത്തിന് മുന്നിലാണ് നമ്മളുള്ളത്. ഇവിടെ തന്നെ ഈ ശ്രീജയുടെ ഒരു ആദരാഞ്ജലി പോസ്റ്റർ വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ശ്രീജയെ യക്ഷിയായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഫ്ലെക്സും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ നാട്ടുകാരിൽ നിന്നും പണം വാങ്ങി അതിനുശേഷം മെമ്പറെ കാണാനില്ല എന്നാണ് ഈ ഫ്ലെക്സിൽ ആരോപിക്കുന്നത്. അതിനെ തുടർന്ന് ഇന്നലെ, അതായത് കഴിഞ്ഞ ദിവസം ഇന്നലെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ഈ പ്രതിഷേധ പരിപാടിയിൽ ഇവർക്കെതിരെ വ്യക്തിപരമായ ആക്ഷേപം ഉന്നയിച്ചു. അതിൽ മനംനൊന്താണ് ശ്രീജ ആത്മഹത്യ ചെയ്തത് എന്നാണ് ഭർത്താവും കോൺഗ്രസ് അംഗങ്ങളും ഉൾപ്പെടെ നേരത്തെ ആരോപിച്ചത്. അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നടന്നിരുന്നു. നിലവിൽ ശ്രീജയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയിരിക്കുകയാണ്. അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി പഞ്ചായത്ത് ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം നാളെയോടുകൂടിയായിരിക്കും സംസ്കാരം. ശരി, ആതിര രാധാകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം ഉണ്ടാകും, സത്യങ്ങളൊക്കെ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ണൂർ ഇരിക്കൂർ കല്യാട് സുമതിയുടെ വീട്ടിൽ നടന്ന കവർച്ചയിൽ 30 പവൻ സ്വർണവും 4 ലക്ഷം രൂപയും എടുത്തത് കർണാടകയിൽ കൊല്ലപ്പെട്ട ദർശിതയാകാമെന്ന നിഗമനത്തിലാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. മോഷണത്തിന്റെ തെളിവുകൾക്കായി അറസ്റ്റിലായ ദർശിതയുടെ കാമുകൻ സിദ്ധരാജുവിനെ ഇരിട്ടി കരിക്കോട്ടക്കരി പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ജാർഖണ്ഡിൽ നിന്നും കഞ്ചാവുമായി എത്തിയ സ്ത്രീകൾ കൊല്ലത്ത് പിടിയിൽ. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് ജാർഖണ്ഡ് സ്വദേശികളായ ശോഭകുമാരി, സവിതകുമാരി, മുനികുമാരി എന്നിവർ പിടിയിലായത്. റെയിൽവേ പോലീസും ഡാൻസാഫ് ടീമും നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. 23 കിലോ കഞ്ചാവ് ബാഗിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു. തിരുവനന്തപുരത്ത് ഉണക്കമീൻ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഇവർ കൊല്ലത്ത് കച്ചവടത്തിനായാണ് കഞ്ചാവ് എത്തിച്ചത്. എറണാകുളം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി. തായ്ലൻഡിൽ നിന്ന് കോലാലംപൂർ വഴി കടത്തിക്കൊണ്ടുവന്ന കഞ്ചാവാണ് പിടികൂടിയത്. സംഭവത്തിൽ ഇരിങ്ങാലക്കുട സ്വദേശിയായ സിബിനെ വിമാനത്താവളത്തിലെ കസ്റ്റംസ് വിഭാഗം കസ്റ്റഡിയിലെടുത്തു. സിബിനിൽ നിന്നും 4.1 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി. രാജ്യാന്തര മാർക്കറ്റിൽ ഇതിന് 4 കോടിയോളം രൂപ വില വരും. മലപ്പുറം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ലിഫ്റ്റിൽ കുടുങ്ങിയ യാത്രക്കാരെ രക്ഷപ്പെടുത്തി. 1 മണിക്കൂറിലേറെ നീണ്ട ശ്രമത്തിനൊടുവിലാണ് ഫയർഫോഴ്സ് യാത്രക്കാരെ പുറത്തെത്തിച്ചത്. കുട്ടികളടക്കം 5 പേരാണ് ലിഫ്റ്റിനുള്ളിൽ ഉണ്ടായിരുന്നത്. KCLൽ നിന്ന് കൊച്ചി ബ്ലൂ ടൈഗേഴ്സും തൃശൂർ ടൈറ്റൻസും ഏറ്റുമുട്ടും. 3 മത്സരങ്ങളും ജയിച്ച് 6 പോയിന്റുമായി പട്ടികയിൽ 1-ാം സ്ഥാനത്താണ് കൊച്ചി. 4 പോയിന്റുള്ള തൃശൂർ 3-ാം സ്ഥാനത്താണ്. 2-ാം മത്സരത്തിൽ ആലപ്പി റിപ്പിൾസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ നേരിടും. 1 മത്സരം മാത്രം ജയിച്ച ഇരു ടീമുകൾക്കും 2 പോയിന്റ് വീതമാണ് ഉള്ളത്. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.